ഗായ്സ് നമ്മളിവിടുന്ന് കൊച്ചി പോവാണ്. കൊച്ചി നമ്മൾ എങ്ങോട്ടൊന്നും പ്ലാൻ ചെയ്തില്ല. അങ്ങനെ നമ്മൾ മൂന്നാർ എത്തി ഗായ്സ്. ഇനി റൂം തപ്പി പിടിക്കണം, ഫുഡ് കഴിക്കണം. ഇതാണ് നമ്മൾ ബസ് ഇതാന്ന് തോന്നുന്നു. നല്ല തണുപ്പുണ്ട്. ഗായ്സ് ഇതായിരുന്നു ഇന്നലെ റൂം. ഞാൻ ഒറ്റക്കായിട്ട് പോലും 4 ആൾക്ക് കിടക്കാനുള്ള ഇതിലുള്ള റൂമാണ് എനിക്ക് കിട്ടി. അങ്ങനെ നമ്മളിന്ന് മൂന്നാറിൽ ഫസ്റ്റ് ഡേ ആയിരുന്നു. ഇവിടുന്ന് ഇനി സൈലന്റ് വാലി, അതുപോലെ ഇവിടെ ടോപ്പ് സ്റ്റേഷൻ, മറയൂർ അങ്ങനെയൊക്കെ പോകാൻ വിചാരിക്കുന്നുണ്ട്. നടക്കുമെന്ന് അറിയില്ല. ഇതായിരുന്നു നമ്മളെ റൂം. ബാത്റൂമൊന്നും കുഴപ്പമില്ല, അടിപൊളി റൂമൊക്കെ ആയിരുന്നു. TV കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പം നമ്മൾ ഇവിടുന്ന് ഇറങ്ങാണ്. ഇനി എല്ലായിടത്തും പോയിട്ട് അവിടുത്തെ വീഡിയോകളൊക്കെ കാണാം. ഇനി മൂന്നാറിലത്തെ കാഴ്ചകളൊക്കെ കാണാം. ഓക്കെ, ഇനി പോയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. ഓക്കെ, ആഴ്ചയാണ് നമ്മൾ ചായ ഒക്കെ കുടിച്ച് കഴിഞ്ഞു. പിന്നെന്താ പറയുക, നമ്മളെ സ്റ്റേ ചെയ്ത് അവിടുന്ന് ഒരു ഇത് തന്നു. അപ്പോൾ അതിലുള്ള പ്ലേസും കാര്യങ്ങളൊക്കെയാണ് മാറ്റിപ്പറ്റി. കുറേ പ്ലേസ് ഉണ്ട്, പക്ഷെ ഇന്നൊരു ദിവസമേ ഉള്ളൂ. അതായത് നമ്മൾ വട്ടവടയ്ക്ക് ബസ് കയറിയിട്ടുണ്ട്. വട്ടവട എത്തിയിട്ട് കാണാം. ഇതാണ് നമ്മളെ കുണ്ടാല ഡാം. ഇങ്ങനെ വട്ടവടത്തി നല്ല മഴ, അടിപൊളിയായിരുന്നു. ഇവിടെ ടീ ഷോപ്പിൽ ഇങ്ങനെ കയറിക്കാനല്ലാണ്ട് ഒന്നും ചെയ്യാനില്ല. വട്ടവട എത്തി, ഫുഡൊക്കെ കഴിച്ചു. നല്ല മഴ. ഹൈവ ചെറിയ ചെറിയ കുഞ്ഞു വീടുകൾ, അതിമനോഹരമായ എന്താ പറയുക. ഇവിടെ തേയിലത്തോട്ടല്ല, ഇവിടെ എന്താ സ്ട്രോബെറി പ്ലാന്റ്, അതുപോലെ ഒരു മ്യൂസിയം. ഇവിടെ ജീപ്പ് ട്രക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. ബട്ട് ഞാൻ ഒറ്റയ്ക്കായതുകൊണ്ട് 1200, 1800, 2000 ഒക്കെയാണ് റേറ്റ് വരുന്നത്. അപ്പം ഞാൻ ഒറ്റയ്ക്ക് ഇത് ചെയ്താൽ മുതലാവില്ലല്ലോ. അതുകൊണ്ട് ഞാൻ നടന്നിട്ട് ട്രക്കിങ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം ആ ജീപ്പൊക്കെ ഇങ്ങനെ കയറി വരുന്നുണ്ട്. ഇതാണ് നമ്മുടെ വട്ടവട. അടിപൊളിയാണ്. മഴ ഉള്ളതുകൊണ്ട് ചെറിയൊരു ചടപ്പുണ്ട്. ഒരു കുഞ്ഞ് ഷോപ്പ് കാണുന്നുണ്ട്. എന്താണ്, അച്ചാറാണ്, ഫയറിൻ്റെ ഷോപ്പ്. ഇവിടുത്തെ അമ്മമാരൊക്കെ കൃഷി നട്ടുന്നത്. സ്ട്രോബെറി നമ്മുടെ ഒരു ഫ്രണ്ട് ഇവിടുന്ന് നമുക്ക് ബൈക്ക് തന്നു. ഇതാണ് ഗായ്സ് മരങ്ങളൊക്കെ നമ്മൾ വട്ടവട ട്രെക്കിങ്ങിലാണ്. വല്ലാത്ത ട്രെക്കിങ്. നമ്മളൊരു ഫ്രണ്ട് ഫൈസി എന്ന് പറഞ്ഞ ആൾ നമുക്ക് വണ്ടി വന്നു. നമ്മൾ ട്രെക്ക് ചെയ്തിട്ടുണ്ട്. അങ്ങനെ വണ്ടി കിട്ടിയപ്പോൾ ട്രെക്ക് ചെയ്യാൻ വെച്ചാണ്.
അല്ലാണ്ട് നടക്കാൻ വിചാരിച്ചത് 18 കിലോമീറ്ററോളം. വണ്ടി കിട്ടിയതുകൊണ്ട് പിന്നെ സെറ്റ് നമ്മളെത്താനായിട്ടുണ്ട് വിചാരിക്കും. അവിടെ വന്നിട്ട് ട്രെക്ക് ചെയ്ത് പോയിട്ടില്ലെങ്കിൽ ഒരു നഷ്ടമല്ല, അതുകൊണ്ട് വന്നതാണ്. ഇത് കാണാനപ്പോ വന്നേ. കോടായിട്ട് ഒന്നും കാണാൻ പറ്റുന്നില്ല ഗായ്സ്. അങ്ങനെ വ്യൂ പോയിന്റിലെത്തി ട്രക്കിങ് കഴിഞ്ഞിട്ട്. വ്യൂ കാണാൻ പറ്റുന്നില്ല, അമ്മാതിരി കോട. ഒന്നും താഴോട്ട് കാണാനേ പറ്റുന്നില്ല. ഇതാണ് നമ്മളെ സ്ട്രോബെറി ഫാം. അപ്പോൾ നമ്മളവിടെ കയറുന്നില്ല എന്ന് വെച്ചാൽ നമുക്ക് വലിയ ഇൻട്രസ്റ്റ് ഉണ്ട് സ്ട്രോബെറി. അവിടെ നമ്മൾ കയറുന്നില്ല. പിന്നാണ് സ്ട്രോബെറി ഉണ്ടായിട്ടുമില്ല, സീസണല്ല. അതുകൊണ്ട് നമ്മളവിടെ കയറാതെ പോവാണ്. അവിടത്തേക്കാണ് നല്ല വ്യൂ പോയിന്റ് ഇവിടെ. അങ്ങനെ നമ്മൾ ട്രെക്കിംഗ് ഒക്കെ കഴിഞ്ഞ് ഇവിടെ നിന്ന് ഇറങ്ങുകയാണ്. അടിപൊളിയായിരുന്നു, കുഴപ്പമില്ല, സെറ്റായിരുന്നു. ഇനി നേരെ വട്ടവട അവിടെ എത്തിയിട്ട് അവിടുന്ന് ബസ്സിൽ KSRTC 4:30 ബസ്സുണ്ട്, അതിന് നേരെ എറണാകുളം പിടിക്കണം. എന്നിട്ട് അവിടുന്ന് ട്രെയിൻ കയറി നാട്ടിലേക്ക് വിടണം. അതാണ് പ്ലാൻ. നമ്മളെ ഫൈസി ബ്രോ നമുക്ക് ബൈക്കൊക്കെ തന്ന്. ഞങ്ങൾ ചെറിയ യൂട്യൂബ് ചാനലൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളോട് പറഞ്ഞ് ബൈക്ക് എടുത്ത് പോയി വ്യൂ ഒക്കെ കണ്ടു പോകാന്ന് പറഞ്ഞു. അങ്ങനെ ഫൈസി ബ്രോൻ്റെ ബൈക്കൊക്കെ എടുത്തിട്ടാണ് നമ്മൾ ഇപ്പം പോയി വന്നത്. അങ്ങനെ ഇവിടുന്ന് പോവാണ്. ടാറ്റ ബൈ ബൈ. വട്ടവട ഗായ്സ്. അടപടലം മൂഞ്ചിയിരിക്കുന്നു. പിന്നെ ബസ്സില്ല എന്ന് പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ പെടും. ബസ് വരാനും ചാൻസ് ഉണ്ട്, വരാനിരിക്കാനും ചാൻസ് ഉണ്ട് എന്നാണ് പറയുന്നത്. അങ്ങനെ നമ്മുടെ വരൂല എന്ന് പറഞ്ഞ നമ്മുടെ KSRTC വന്നു. നേരെ നമ്മളെ ചായപ്പൊടിയൊക്കെ മിസ് ചെയ്യും. ഇനി നേരെ എറണാകുളം.